ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മൾ ഈ കൊല്ലം ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെ. അപ്പൊ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ. കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് പിള്ളേരുടെ കയറി കളിക്കുന്ന സാധനത്തിന്റെ കമ്പിയെല്ലാം പൈപ്പെല്ലാം ഊരി എടുത്തിട്ട് ഇതെല്ലാം ഇത്രയും വരെ സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ മേളിലേക്ക് ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, താഴേക്ക് കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. റൗണ്ടിൽ വിചാരിക്കരുത്. അതായത് സാധനം സെറ്റ് ആക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇത്രയും ചെയ്തു വെച്ചപ്പോഴത്തേക്കും വന്ന അലങ്കോലങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഓർക്കുന്നത് തന്നെ. അപ്പൊ എന്തായാലും നമുക്കിത് മുഴുവൻ ഉണ്ടാക്കിയിട്ട് തീരുന്ന വരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്തായാലും കുറെ സമയം എടുക്കുന്നു ഉണ്ടാക്കാനായിട്ട്. കാരണം മേടിച്ച് പിടിപ്പിക്കുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം. ആദ്യത്തെ ദിവസം ഒന്നും ആയിട്ടില്ലായിരുന്നു. നമ്മൾ രാത്രിയിലാണ് അന്ന് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാല തീർന്നു പോയി. 23 മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് തീർന്നു പോയി. തീർന്നു പോവാൻ മാത്രല്ല ഇതിനിടയിൽ കൂടെ നിറച്ചും ഗ്യാപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് വേറെ കുറെ മേടിച്ചു. പോയിട്ട് കുറെ സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നു ഇതെല്ലാം കൂടെ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചത് ഒറ്റ എണ്ണമായിരുന്നെങ്കിൽ ഇതിപ്പോ മൊത്തം പീസായിട്ടുള്ള ഓരോന്നാണ്. അതെ അതെ, വില വ്യത്യാസമുണ്ട്. അത് 23 മീറ്റർ ഉള്ള ഒരെണ്ണമായിരുന്നു. അത് നമ്മൾ മൂവാറ്റുപുഴയെന്നാണ് മേടിച്ചത്. ഇതിപ്പോ നമ്മള് തോപ്രാംകുടിയിൽ നിന്നാണ് മേടിച്ചത്. അത് നമ്മൾ 23 മീറ്റർ മേടിക്കുമ്പോ തിക്നെസ് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഈ ട്രീ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതിന് കുറെ സെറ്റിംഗ്സ് ഇനിയും ഉണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ വേറൊരു സംഭവം ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ഇച്ചിരി ഹൈറ്റ്, നമ്മളെക്കാൾ ഹൈറ്റിൽ നല്ല ഹൈറ്റ് നിൽക്കുന്ന ഒരു നാല് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും ഇവിടെ ഈ അടിയിലുള്ള വട്ടവും വലുതാക്കണം. നമ്മുടെ ഈ മാലകളെല്ലാം കുറെ വേണ്ടി വരും. കറക്റ്റ് ആണ്. അതെ, അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും വലിയ ട്രീ ഉണ്ടാക്കാം. ഓരോ വർഷം കൂടുന്നോറും ട്രീയുടെ വലിപ്പം കൂടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രീ ഉണ്ടാക്കുന്നത്. കൊച്ചു ഇവിടെ ഉറക്കം എണീറ്റ് വന്നിട്ട് ഓരോന്നൊക്കെ പിടിച്ച് നോക്കുവാണ്. വേറെ സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചില്ല. എല്ലാ സാധനവും പഴയ ഇരിപ്പുണ്ട്. പഴയത് ബൾബുകളൊക്കെ കുറച്ച് മേടിച്ചു. കുറെ പോയിട്ടുണ്ട്, ബൾബൊക്കെ കുറെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെയും നമ്മൾ കഴിഞ്ഞ ദിവസം മൂവാറ്റോടെ കയറി എടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ വിലകൾ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇങ്ങോട്ട് കയറി വരുമ്പോൾ സാധനത്തിന് എറണാകുളത്തൊന്നും കയറി വരുന്നതനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന സാധനത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കാം. എന്നിട്ട് അവസാനം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. ഇന്നുകൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു സൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ. ഞങ്ങള് ഇതിനുള്ളിൽ കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ ആദ്യം തന്നെ വയറിട്ടല്ലേ, വയറ് പിന്നെ ഇടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ ട്രീ ഇത് അയച്ചായന്റെ പൊക്കത്തിന് അനുസരിച്ച് പണിതിരിക്കുന്നു. അവിടെ മുകളിലൊരു നക്ഷത്രം പിടിപ്പിച്ചു. പിന്നെ ഇതാ താഴെ വരെ നമ്മള് ഒന്നുകൂടെ ചുറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പിടിപ്പിക്കാനുണ്ട്. അതെ, കയ്യിലിരിക്കുന്ന പോലത്തെ മണികളും ബൾബുകളും ഒരുപാട് സാധനം ഇതിനകത്ത് കയറാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ലാസ്റ്റ് ഇവിടം വരെയുള്ള വീഡിയോ എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ തുടങ്ങി. കാരണം ഇപ്പൊ നല്ല തണുപ്പാണ്. നിങ്ങള് രണ്ടുപേരും എണീറ്റിട്ടുണ്ട്. അതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമ്മളെടുത്ത് അകത്ത് കയറ്റി വെച്ച് ബാക്കി സെറ്റ് ചെയ്യാം. എന്തായാലും കുറെ സമയം എടുക്കും. പിന്നെ നമുക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. ഒരാളിത് ഇവിടെ ഭയങ്കര പണിയിലാണ്. രാവിലെ തുടങ്ങുന്നത്, കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പം ഇവിടെ കണ്ടില്ലേ, ഈ നമ്മുടെ മതിലേക്കൂടെയുള്ള കമ്പിയിലൊക്കെ ഫുള്ള് ലൈറ്റ് അങ്ങേയറ്റം മുതൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങേയറ്റം വരെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. കണക്ഷൻ കൊടുക്കലും പിന്നെ ട്രീയുടെ കണക്ഷൻ കൊടുക്കലും പിന്നെ അവിടെ വേറൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് മൊത്തം ഇട്ട് കഴിയും. 3 മണിക്കൂറായിട്ട് ഈ പുറത്ത് തണുപ്പും കൊണ്ട് നിൽക്കുവല്ലേ. ആദ്യകൂട്ടം പുറത്തിറങ്ങി വന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ട് കഴിയുമ്പം ഫുള്ള് കത്തി നിക്കുന്നത് നമുക്ക് കാണാം. അതെ, ഓരോന്നിട്ടിട്ട് തെളിച്ചൊന്നും നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കത്തുവോ ഇല്ല ഒന്നും ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് ഇട്ട് നോക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്തിട്ട് ഫുള്ള് കത്തിച്ച് നോക്കാം. നക്ഷത്രം വരെ ഇതുവരെ കണക്ഷൻ കൊടുത്തിട്ടേക്കുക. ഓഫ് ചെയ്ത് ഇത് മൊത്തം തെളിക്കാൻ പോവാണ്. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ എന്താവും അറിയില്ല. അമ്മ എടുക്കണോ?
അമ്മ എടുക്കണം എന്ന് പറഞ്ഞ് ആദ്യക്കുട്ടനെ. അപ്പം നമ്മുടെ ലൈറ്റുകൾ മൊത്തം നമ്മൾ കെടുത്തിയിരിക്കുകയാണ്. ഇനി ആകെ ഉള്ളത് നമ്മുടെ ഫോണിൻ്റെ വെട്ടം മാത്രം. പിന്നെ അകത്തുനിന്നൊക്കെ ചെറിയ വെട്ടം വരുന്നുണ്ട്, അല്ലാതെ വേറെ വെട്ടമൊന്നുമില്ല. താണ്ടേ അവിടെ നിന്ന് അവിടം വരെയുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ, മേളിലൊരു നക്ഷത്രം, പിന്നെ ഇതാ കറങ്ങി കളിക്കുന്ന വേറൊരു ലൈറ്റ്. അതാണ് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബേബി വന്ന് നോക്കുന്നുണ്ട്. അന്നൂട്ടി സൂപ്പറാണോ? സൂപ്പർന്ന്. ചെരുപ്പ് വേണം. നടക്കണം. അയ്യോ തണുപ്പാടാ. അടിപൊളി. ട്രീ നമ്മള് ഇവിടെ വെക്കാനല്ല കേട്ടോ പ്ലാന്. ട്രീ നമ്മള് സിറ്റൗട്ടി വെക്കാനാണ് നമ്മുടെ പ്ലാൻ. കാരണം ട്രീ ഇവിടെ വെച്ച് വല്ല മഴയും പെയ്തിട്ടുണ്ടെങ്കിൽ ട്രീ കത്തി ചാമ്പലാകും. അതെ, എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രീ മാത്രം നമ്മൾ സിറ്റൗട്ടി വെക്കും. ബാക്കി ഈ ലൈറ്റുകളൊക്കെ എന്താവും അറിയത്തില്ല. ലൈറ്റുകൾ മഴ നനഞ്ഞാ പോവും. അതെ, പിറ്റേ ദിവസം മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഓണാക്കാതിരുന്നാൽ മതി. മഴ പോയി കഴിഞ്ഞ് ഓണാക്കി കഴിയുമ്പോ പിന്നെ തെളിയും. അതായത് വെള്ളം ഒന്ന് തോർന്നു കഴിയുമ്പോൾ ഞാൻ എന്താക്കണോ ആ ലൈറ്റോ അത് തൊടാൻ പറ്റത്തില്ല. അമ്പിളിമാമൻ ആകാശത്ത് അമ്പിളിമാമൻ ചുറ്റും ഇടണം. ഇനി പെരക്ക് ചുറ്റും ഇങ്ങനെ ഇടണം. നടന്നു തന്നെ ഈ കൈ വയ്യാത്ത ഇച്ഛായ ഞാൻ പെരക്കി വിട്ടുവിടാൻ സാധനം ഉണ്ടായിരുന്നു ഞാൻ ഇട്ടേനെ. വേണ്ട വേണ്ട അല്ല ആദ്യക്കുട്ടാ ഇതൊക്കെ അല്ലേ ഇതൊക്കെ അല്ല. അതെ ഇത് നോക്ക് കൊച്ചു കണ്ട. ഇത് നോക്ക് ഇനി ഒരു ലൈറ്റും കൂടെ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇടാൻ വേണ്ടിട്ട്. അതെ, ഒരു ലൈറ്റും കൂടെ ഉണ്ട്. അതെ, വെറൈറ്റി ലൈറ്റാണ്. നമ്മുടെ ഭിത്തിയിൽ ഇതിന്റെ വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. ഭിത്തിയിൽ അടിക്കുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യക്കൂട്ടം ഒന്ന് കാണിച്ചു. ആദ്യക്കൂട്ട ആദ്യക്കൂട്ടം വവ്വനെ വിളിച്ച് കാണിക്കുക കേട്ടോ. നമ്മളിവിടെ ഒരു ലൈറ്റ് ഇട്ട്, പക്ഷേ ഇത് നമുക്ക് ഫോണിൽ കാണുമ്പോൾ ഒരു രസം തോന്നുന്നില്ല. അല്ലാണ്ട് കാണാനാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നേരിട്ട് കാണാനാണ് ഇതിന്റെ ഭംഗി. പക്ഷെ ഫോണിൽ കണ്ടിട്ട് സുഖമായിട്ട് തോന്നുന്നില്ല. അവൻ കാണിക്കുവാണോ? ആഹാ, മൊത്തം ലൈറ്റ് അവിടെ. നമുക്കിവിടെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലം നമ്മുടെ നക്ഷത്രം അവിടെ തിരിഞ്ഞു പോയി, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്തോ വേറെ ഉണ്ട്. ഇനി അതിന്റെ സ്പീഡാക്കി കാണിച്ചാൽ കൂട്ടാ. സ്പീഡ് അതുകൂടെ ഞെക്കി ഇടയ്ക്ക് സ്പീഡാക്കുക. അത് ഞെക്കും ആദ്യം. മമ്മി ഞെക്കിയിട്ട് ശരിയായില്ല, സ്പീഡ് വന്നില്ല. സ്പീഡ് കൂടി ആദ്യക്കൂട്ടാ. ഞാൻ നേക്കാം ഉണ്ട്. ഒരു വാൽനക്ഷത്രം ഉണ്ടാക്കിയത്, പക്ഷെ അത് നേരിട്ട് കാണാൻ രസമാണ്. ഫോണിൽ കണ്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ല കേട്ടോ. ഒരു മാല മൊത്തം എടുത്ത് വെച്ചാൽ 2 മടക്കായിട്ട് ഇട്ടേക്കുന്നത്. വേറെ ഇല്ലടി, എത്ര ഉള്ളടി? നമ്മള് കൊച്ചിന്റെ ട്രീ കൊണ്ടിടുന്നു കൊച്ചു കാണിക്കുന്നത് കണ്ടേ. ബാക്കി ക്യാമറ ഇടുന്നു. ആദ്യക്കൂട്ടനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം ഉണ്ടാക്കിയല്ലേ? അന്നൂട്ടി വന്നുണ്ടോ ലൈറ്റും കണ്ടോണ്ടിരിക്കുന്നു? അന്നൂട്ടിയേ ചക്കര മുത്തേ, ഇത് നോക്ക. ആദ്യക്കൂട്ടൻ കൈ അവിടെ പാടി വേണ്ട. ചക്കരേ ഒട്ടിച്ചോന്നേ? കൊച്ചൊട്ടിച്ചോ? മെടുക്കാൻ. അവിടെ ചേട്ടാ പറഞ്ഞോ. നമ്മുടെ ഫൈനൽ ലുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ ഓരോ ദിവസം മാറ്റി നമ്മുടെ ട്രീനെ വീണ്ടും മാറ്റി വേറൊരു മോഡലാക്കി കേട്ടോ. ഇവിടുത്തെ നക്ഷത്രം നമ്മൾ വെച്ച് പറഞ്ഞ് താഴെ വീണു.
അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ രൂപമൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് വേറൊരു രീതിയിലാക്കി ഒരു ചെടി എടുത്ത് ഉണക്കച്ചെടി കൊണ്ടുവച്ചിട്ട് ഒരു നക്ഷത്രമുണ്ട് കേട്ടോ, അതിൽ കണക്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ നല്ല ഇരുട്ടൊന്നും ആയില്ല, അതുകൊണ്ട് തന്നെ അത്ര സെറ്റായി വന്നിട്ടില്ല. കണ്ടോ ആകാശം കാണുന്നത്. അപ്പോൾ നല്ല ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഉമ്മ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ആഹാ, അവൻ്റെ ഹാപ്പി ക്രിസ്മസ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. എന്തോ